ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 196 വാല്യം 5 സാബത്ത് ഗെത്സമനിയിൽ. സാബത്ത് ദിവസം രാവിലെ എല്ലാവരും വിശ്രമിക്കുന്നു. യാത്ര കൊണ്ട് ക്ഷീണിച്ച ശരീരത്തിന് വിശ്രമം നൽകുകയും യാത്രയിൽ മോശമായ വസ്ത്രങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. ഗെത്സമനിയിലെ വിസ്തൃതമായ ജലസംഭരണികളിലെല്ലാം നിർമ്മലമായ ജലം നിറഞ്ഞു നിൽക്കുന്നു. ആ ദിവസങ്ങളിൽ മഴ ധാരാളമായി പെയ്തതിനാൽ കെദ്രോൻ തോടും കരകവിഞ്ഞ് പതഞ്ഞൊഴുകുകയാണ്. കല്ലിന്മേൽ തട്ടി കളകളാരവം മുഴക്കിയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പസ്തോലന്മാരെല്ലാവരും ഒന്നിനു പിറകെ ഒന്നായി ആ തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നു. അടിമുടി വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്, വൃത്തിയുള്ളവ. നനഞ്ഞ മുടി തലയിൽ ഒട്ടിപ്പിടിച്ച് മിനുങ്ങുന്നു. അവർ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിറമനുസരിച്ച് തരംതിരിച്ച് ഓരോ തൊട്ടികളിലാക്കി ജലസംഭരണികളിൽ നിന്ന് വെള്ളം കോരി അവയിലേക്ക് ഒഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ വസ്ത്രങ്ങളെല്ലാം നനച്ചു കൊടുത്താൽ അവ കഴുകി വൃത്തിയാക്കുന്നത് മേരിക്ക് എളുപ്പമാകുമെന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന്. ഗെത്സമനിയിൽ താമസിക്കുന്നത് മേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കൊച്ചു സ്നേഹിത, നിനക്ക് മാത്രം വസ്ത്രം മാറ്റാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ നാളെ കുട്ടി ഒരു വൃത്തിയുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് തീരെ ചെറുതാണ്, ഒരു പാവയ്ക്ക് ചേരുന്ന ഉടുപ്പ്. അവന്റെ ഉള്ളുടുപ്പ് അതിലും കഷ്ടം, നിറവും മാറി, പല ഭാഗങ്ങളും കീറിയിരിക്കുന്നു. പത്രോസ് അത് കണ്ട് വിഷമിച്ച് പറയുകയാണ്, ഇവനെയും കൊണ്ട് ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ പട്ടണത്തിലേക്ക് പോകും? എനിക്ക് തോന്നുന്നത് എന്റെ പുറംകുപ്പായം മുറിച്ച് രണ്ടാക്കി അവന് ഉടുപ്പാക്കാമെന്നാണ്. അങ്ങനെയായാൽ അവന്റെ ശരീരം മുഴുവൻ മറയ്ക്കാനാവും. അത് കേട്ട് ഈശോ പറയുന്നു, അവൻ തൽക്കാലം വിശ്രമിക്കട്ടെ. ഇന്ന് വൈകിട്ട് നമ്മൾ ബെഥനിയിലേക്ക് പോകുകയാണ്. എന്നാൽ അവന് ഒരു ഡ്രസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ തീർച്ചയായും വാങ്ങും. എന്നാൽ എന്റെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നിനക്കറിഞ്ഞുകൂടെ, സ്ത്രീകൾക്ക് ഈ വക കാര്യങ്ങളിൽ കൂടുതൽ പരിചയമുണ്ട്. ഇവന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. നീയും കൂടെ പോയി വാങ്ങിച്ചുകൊള്ളൂ. പത്രോസ് സന്തോഷത്താൽ സ്വർഗത്തിന്റെ 7-ാം തട്ട് വരെ പൊങ്ങി. മേരിയുടെ കൂടെ കടയിൽ പോകുന്ന കാര്യം. ഹാ, എത്ര ആനന്ദം! ഈശോ തന്റെ അഭിപ്രായം മുഴുവൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല. പത്രോസിന് നിറങ്ങളുടെ ചേർച്ചയെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ വല്ലാത്ത കച്ചവടം ചെയ്തെങ്കിലോ? എന്നാൽ അമ്മയ്ക്ക് അതെല്ലാം എത്ര ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നെല്ലാം മനസ്സിൽ കണ്ടെങ്കിലും പത്രോസിന് ഇച്ഛാഭംഗം തോന്നാതിരിക്കാൻ അതൊന്നും പറയുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഒലിവ് തോട്ടത്തിലേക്ക് എല്ലാവരും ഇറങ്ങി നടക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ഈ ദിവസം വളരെ മനോഹരം. ഒലിവ് വൃക്ഷങ്ങളെല്ലാം വെള്ള പൂശിയതുപോലെ. പൂക്കളെല്ലാം താഴെ വീണ് തിങ്ങിക്കിടക്കുന്നു. സൂര്യപ്രകാശത്തിൽ ഇലകൾ വെട്ടിത്തിളങ്ങുകയാണ്. പക്ഷികൾ പാട്ടുപാടുന്നു. എല്ലായിടത്തും പാറിപ്പറക്കുന്നു. നഗരം പടിഞ്ഞാറ് ഭാഗത്ത് കാണാം. അതിനുള്ളിൽ തിങ്ങിക്കൂടുന്ന ജനങ്ങളെയൊന്നും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. എന്നാൽ മത്സ്യകവാടത്തിലേക്കും മറ്റ് കവാടങ്ങളിലേക്കും പ്രവേശനത്തിനായി നീങ്ങുന്ന തീർത്ഥാടക സംഘങ്ങളെ കാണാം. വിഴുങ്ങാൻ പിളർന്നിരിക്കുന്ന വായിലേക്കെന്ന പോലെ ജനക്കൂട്ടം പട്ടണത്തിനകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ കാഴ്ചയിൽ നിന്ന് മറയുന്നു. ഈശോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ജോണിന്റെയും മറ്റ് ചെറുപ്പക്കാരായ അപ്പസ്തോലന്മാരുടെയും കൂടെ കളിക്കുന്ന ജാബസിനെ നോക്കുകയും ചെയ്യുന്നു. കറിയോത്തുകാരനും ഇന്നലത്തെ ഉടക്കെല്ലാം മാറി സന്തോഷമായി അവരുടെ കൂടെ കളിക്കുന്നു. പ്രായം കൂടിയവർ പുഞ്ചിരിയോടെ ഇത് വീക്ഷിക്കുകയാണ്. ഈ കുട്ടിയെക്കുറിച്ച് നിന്റെ അമ്മ എന്തായിരിക്കും പറയുക? ബർത്തലോമിയോ ചോദിക്കുന്നു. അവൻ എത്ര മെലിഞ്ഞിരിക്കുന്നു എന്നായിരിക്കും അവൾ പറയുന്നത്, തോമസ് പറയുന്നു. ഓ ഇല്ല, അങ്ങനെ പറയുകയില്ല. സാധുക്കുട്ടി എന്നായിരിക്കും അവൾ പറയുക, പത്രോസ് മറുപടി പറയുന്നു. അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് കാണുന്നത് എനിക്ക് സന്തോഷമാണ് എന്നായിരിക്കും അവൾ പറയുക, ഫിലിപ്പ് അഭിപ്രായപ്പെടുന്നു. അവന്റെ അമ്മയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയമുണ്ടാകുകയില്ല.
അവൾ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ അവൾ തന്റെ ചങ്കിനോട് ചേർത്ത് പിടിക്കും. അതായിരിക്കും അവൾ ചെയ്യുക. തീക്ഷ്ണനായ സൈമൺ പറയുന്നു. എന്നാൽ ഗുരുവേ, അമ്മ എന്ത് പറയുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതായിരിക്കും അവൾ ചെയ്യുക. അവൾ പലതും ചിന്തിക്കും. നിങ്ങൾ പറഞ്ഞതെല്ലാം ചിന്തിക്കും. അവയെല്ലാം ഹൃദയത്തിൽ പറയും. എന്നിട്ട് അവനെ ചുംബിക്കുമ്പോൾ ഇത്രമാത്രം പറയും: നീ അനുഗ്രഹീതനാകട്ടെ എന്ന്. അനന്തരം കൂട്ടിൽ നിന്ന് വീണുപോയ ഒരു പക്ഷിക്കുഞ്ഞിനെ എന്ന പോലെ അവനെ അവൾ പരിചരിക്കും. ഒരിക്കൽ ശ്രദ്ധിച്ചു കേൾക്കൂ. അവൾക്ക് 3 വയസ്സായില്ല. അതിനു മുമ്പ്, അതായത് അവൾ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു ദിവസം അവളുടെ ഹൃദയത്തിൽ നിർമ്മലമായ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് അതിന്റെ എണ്ണയും പരിമളവുമെല്ലാം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ അനുഭവപ്പെട്ടപ്പോൾ, പൂക്കളും ഒലീവ് കുരുക്കളും ചക്കിലാട്ടി സുഗന്ധതൈലവും എണ്ണയും സംഭരിക്കുന്നത് പോലെ, അവൾ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് ജീവിക്കണം, രക്ഷ പ്രാപിക്കാൻ വേണ്ടി പാപിയുമാകണം എന്നിങ്ങനെ പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്താണ് അവളോട് മറുപടി പറയേണ്ടതെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതുമില്ല. ഒരേ സമയം നിർമ്മലയും പാപിയും ആകുന്നതെങ്ങനെയെന്ന്. എന്നാൽ അപ്പൻ അവൾക്ക് ഉത്തരം കൊടുത്തു. അരുവിയിൽ വീണ് മുങ്ങിച്ചാകാൻ തക്കവണ്ണം കുഴിയുടെ വക്കിലായ ഒരു ചെറു കുരുവിയെ അപ്പൻ രക്ഷിച്ച് അവൾക്ക് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് പറഞ്ഞു: ഇതുപോലെ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മുൻകൂട്ടി രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നീ ഇരട്ടിയായി ദൈവത്തെ സ്തുതിക്കണം എന്ന്. അങ്ങനെ ദൈവത്തിന്റെ ആ കൊച്ചു കന്യക, ഏറ്റവും മഹിമയേറിയ കന്യകാമേരി, അവളുടെ ആദ്യത്തെ ആധ്യാത്മിക മാതൃത്വം ആ കുഞ്ഞു പക്ഷിയിൽ പരിശീലിച്ചു. അതിനെ വളർത്തി വലുതായപ്പോൾ സ്വതന്ത്രയാക്കി. എന്നാൽ ആ പക്ഷി നസ്രസിലെ അടുക്കളത്തോട്ടം വിട്ട് ഒരിടത്തും പോയില്ല. മേരി ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദുഃഖിതരായി തീർന്ന യോവാക്കിമിനെയും അന്നയെയും സന്തോഷിപ്പിക്കാൻ ചിലച്ചുകൊണ്ടും പറന്നുകൊണ്ടും അത് ആ തോട്ടത്തിൽ തന്നെ കഴിഞ്ഞു. അന്ന മരിക്കുന്നതിന് സ്വല്പം മുമ്പ് ആ പക്ഷി ചത്തും അതിന്റെ കടമ നിർവഹിച്ചു. സ്നേഹത്തിനു വേണ്ടി എന്റെ അമ്മ കന്യാത്വത്തിൽ സ്വയം അർപ്പിച്ചു. എന്നാൽ അവൾ ഒരു പൂർണ്ണ സൃഷ്ടിയായിരുന്നതുകൊണ്ട് അവളുടെ രക്തത്തിലും അരൂപിയിലും മാതൃത്വം നിറഞ്ഞു നിന്നിരുന്നു. കാരണം സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മാതാവാകുവാനാണ്. അതിനാൽ മാതൃത്വ വികാരത്തിന് അവൾ ബധിരയാകുന്നെങ്കിൽ അത് അപഭ്രംശമാണ്. മാതൃസ്നേഹം സ്നേഹത്തിന്റെ ശക്തിയിൽ 2-ാം തരത്തിൽപ്പെടുന്നു. മറ്റുള്ളവരെല്ലാം ഇപ്പോൾ അടുത്തുവന്നു. ഗുരുവേ, 2-ാം ബലമുള്ള സ്നേഹം പറയുന്നതിന്റെ അർത്ഥമെന്താണ്? തദേവുസ് ചോദിക്കുന്നു. എന്റെ സ്നേഹിത, സ്നേഹം പലതരമുണ്ട്. അവയുടെ ശക്തിക്കും വ്യത്യാസമുണ്ട്. ബലത്തിൽ 1-ാമത്തെ സ്നേഹം പിതാവിന് കൊടുക്കുന്ന സ്നേഹമാണ്. 2-ാമത്തേത് മാതാവിനും പിതാവിനും ഉള്ള സ്നേഹമാണ്. കാരണം ആദ്യത്തെ സ്നേഹം മുഴുവൻ അരൂപിയുടേതാണെങ്കിൽ 2-ാമത്തേത് 3-ൽ 2 ഭാഗം അരൂപിയുടെയും 3-ൽ 1 ഭാഗം ജഡത്തിന്റേതുമാണ്. മാനുഷിക സ്നേഹം ഇതിൽ കലർന്നിട്ടുണ്ടെങ്കിലും ശ്രേഷ്ഠമായ സ്നേഹമാണ് ഇതിൽ മുന്തി നിൽക്കുന്നത്. കാരണം ന്യായമായ രീതിയിൽ മാതൃത്വവും പിതൃത്വവും കൈവന്നിട്ടുള്ള ഇവർ തങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിന് ഭക്ഷണവും വാത്സല്യവും നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കുട്ടിയുടെ മനസ്സിനും അരൂപിക്കും പോഷണവും സ്നേഹവും നൽകുന്നു. ഞാനീ പറയുന്നത് എത്രയോ സത്യമാണ്. കാരണം കുട്ടികളുടെ വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വിദ്യാഭ്യാസത്തിനായി മാത്രം പ്രവർത്തിക്കുന്നവർ പോലും കുട്ടികൾ തങ്ങളുടെ സ്വന്തം മാംസത്തേതെന്ന പോലെ അവരെ സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ എന്റെ വിദ്യാർത്ഥികളോട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, എൻഡോറിലെ ജോൺ പറയുന്നു. ജാബസിനോട് നീ ഇടപെടുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നീ ഒരു നല്ല അധ്യാപകനായിരുന്നു എന്നാണ്. എൻഡോറിലെ മനുഷ്യൻ ഒരു മറുപടിയും പറയാതെ തല കുനിച്ച് ഈശോയുടെ കരം ചുംബിക്കുന്നു. ദയവായി സ്നേഹത്തിന്റെ വകഭേദങ്ങളെക്കുറിച്ച് തുടർന്ന് പറയണമേ. സ്വന്തം ഭാര്യയോടുള്ള സ്നേഹമുണ്ട്.
അത് ശക്തിയിൽ മൂന്നാമത്തേതാണ്. കാരണം അത് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ന്യായമായ, പരിശുദ്ധമായ ഭാര്യാസ്നേഹമാണ്. പകുതി അരൂപിയുടെയും പകുതി ജഡത്തിന്റേതുമാണ്. ഒരു മനുഷ്യൻ ഭർത്താവ് മാത്രമല്ല, ഭാര്യയുടെ ഗുരുവും പിതാവും കൂടെയാണ്. ഒരു സ്ത്രീ ഭാര്യ മാത്രമല്ല, ഭർത്താവിന്റെ മാലാഖയും അമ്മയും കൂടെയാണ്. ഇവ മൂന്നുമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹങ്ങൾ. പിന്നെ നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹവും. നിനക്ക് തെറ്റിപ്പോയില്ലേ? അതോ നീ മറന്നുപോയതാണോ? കറിയോത്തുകാരൻ ചോദിക്കുന്നു. മറ്റുള്ളവർക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ദേഷ്യം പൂണ്ട് അവനെ നോക്കുന്നു. അവന്റെ സംസാരം എത്ര കഠിനം! എന്നാൽ ഈശോ ശാന്തമായി അവന് മറുപടി നൽകുന്നു. അല്ല യൂദാസേ, നോക്കൂ, ദൈവത്തെ സ്നേഹിക്കേണ്ടത് അവൻ ദൈവമായതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ആ സ്നേഹം ഒരുവന് വേണമെന്ന് ബോധ്യപ്പെടുത്താൻ വിശദീകരണമൊന്നും ആവശ്യമില്ല. ആയിരിക്കുന്നവൻ അവനാണ്, അതായത് സർവ്വതും. മനുഷ്യനോ എന്നാൽ ഇല്ലായ്മയാണ്, എന്നാൽ എല്ലാറ്റിലും പങ്കുചേരുന്നവൻ. ഇത് സാധിക്കുന്നത് നിത്യനായ ദൈവം അവനിൽ ആത്മാവിനെ നിവസിപ്പിച്ചിരിക്കുന്നതിനാലാണ്. ഈ ആത്മാവില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ കരയ്ക്കോ വെള്ളത്തിലോ ആകാശത്തിലോ ജീവിക്കുന്ന അനേകം ജീവികളിലൊന്ന് മാത്രമായി തീരുന്നു. അതിനാൽ കടപ്പാടുണ്ടെന്നുള്ള ബോധ്യത്തോടെ അവനെ ആരാധിക്കണം. എല്ലാറ്റിനെയും അതിജീവിച്ച് സ്വർഗത്തിലെ ദൈവജനത്തിന്റെ ഭാഗമായി തീരാൻ, അതായത് അശുദ്ധിയോ നാശമോ ഒരിക്കലും ഉണ്ടാകാത്ത സ്വർഗീയ ജെറുസലേമിലെ ഒരു പൗരനാകാൻ അർഹത നേടുന്നതിന് അവനെ സ്നേഹിക്കണം. മക്കളോട് ഒരു പിതാവിനും പ്രത്യേകിച്ച് മാതാവിനുമുള്ള സ്നേഹം ദൈവത്തിന്റെ ഒരു കൽപ്പനയാണെന്നുള്ളത് ആദത്തോടും ഹവ്വയോടും ദൈവം അരുളിച്ചെയ്ത വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. 6-ാം ദിവസം, അതായത് ആദ്യത്തെ 6-ാം ദിവസം, അവൻ നല്ല ഒന്നിനെ സൃഷ്ടിച്ചെന്ന് കണ്ട് അവരെ അനുഗ്രഹിച്ച ശേഷം ദൈവം പറഞ്ഞു, ഫലപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് ഭൂമി മുഴുവൻ നിറയുക എന്ന്. നിങ്ങൾ പറയുന്നില്ലെങ്കിലും മനസ്സിലുദിക്കുന്ന എതിർപ്പ് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള മറുപടി ഇതാണ്: പാപം ഉണ്ടായതിനു മുൻപ് എല്ലാം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. കുട്ടികളുടെ ജനനം വിശുദ്ധവും നിർമ്മലവും ശക്തവും പരിപൂർണവുമായ സ്നേഹം മൂലമാകുമായിരുന്നു. ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ കൽപ്പനയും അതായിരുന്നു: ഫലപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുക. അതിനാൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക. മക്കളുടെ ജനനത്തിന് ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്നേഹം അന്നുണ്ടായിരുന്നതേയില്ല. അന്ന് യാതൊരു മാലിന്യവും അറപ്പുളവാക്കുന്ന മാംസദാഹവും ഉണ്ടായിരുന്നില്ല. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും സ്വാഭാവിക സ്നേഹത്താൽ സ്നേഹിച്ചു. നമ്മൾ മനസ്സിലാക്കുന്ന സ്വാഭാവിക സ്നേഹത്താലല്ല, പ്രത്യേകിച്ച് പുരുഷന്മാർ കരുതുന്ന സ്വാഭാവിക സ്നേഹത്താലല്ല അന്ന് അവർ സ്നേഹിച്ചത്. പിന്നെയോ ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവത്തിനനുസരിച്ച് സ്വഭാവാതീതമായ വിധത്തിൽ സ്നേഹിച്ചു. ഒരേ പിതാവിൽ നിന്ന് ജനിച്ച സഹോദരങ്ങളായ അവർ പരസ്പരം സ്നേഹിച്ച ആ ദിവസങ്ങൾ എത്രയോ മാധുര്യമേറിയവയായിരുന്നു. സഹോദരങ്ങളെങ്കിലും ഭർത്താവും ഭാര്യയുമായിരുന്നു. അവർ പരസ്പരം സ്നേഹിക്കുകയും തൊട്ടിലിൽ കിടന്ന് പരസ്പരം നോക്കുന്ന ഇരട്ടപിറന്ന കുട്ടികളുടെ നിഷ്കളങ്കമായ കണ്ണുകളാൽ പരസ്പരം നോക്കുകയും ചെയ്തിരുന്നു. പുരുഷന് ഒരു പിതാവിന്റെ സ്നേഹമാണ് ഭാര്യയോടുണ്ടായിരുന്നത്. കാരണം അവൾ അവന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും ആയിരുന്നു. ഒരു പിതാവിന് തന്റെ മകൻ എങ്ങനെയോ ആയതുപോലെ ഒരു പുത്രി ആയിരിക്കുന്നതിന്റെ സന്തോഷം സ്ത്രീക്ക് അനുഭവപ്പെട്ടിരുന്നു. വലുതായ സ്നേഹത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന അവസ്ഥ. കാരണം അവളെ സ്നേഹിക്കുന്ന അത്ഭുത മനുഷ്യന്റെ എന്തോ ചിലത് തന്നിൽ ഉള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പറുദീസായുടെ ഏദെൻ തോട്ടത്തിൽ മനോഹരമായ പുൽത്തകിടികളിൽ നിഷ്കളങ്കരായി ദേവദൂതന്മാർക്ക് സമം ശക്തമായ സ്നേഹത്തിൽ വസിച്ചിരുന്നു. പിന്നെ ദൈവം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നൽകിയ തന്റെ പ്രിയ മക്കൾക്ക് നൽകിയ
കൽപ്പനകളുടെ ക്രമത്തിൽ ആദം തന്നെ തന്റെ ഭാര്യയെക്കുറിച്ച് അതുവഴി ഹവ്വായുടെ മക്കളായ എല്ലാ സ്ത്രീകളെക്കുറിച്ച് പറയുന്നു. പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് കൂടെ ചേരും. അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്ന്. ദൈവത്തിന്റെ ബുദ്ധിയേക്കാൾ മാത്രം താഴ്ന്നതായിരുന്നുള്ളൂ ആദത്തിന്റെ ബുദ്ധി. കൃപാവരത്താൽ ആദം നിറഞ്ഞിരുന്നു. ആദത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ ചിന്ത തന്നെയായിരുന്നു. അത് പ്രതിഫലിക്കുന്ന കളങ്കമില്ലാത്ത ഒരു കണ്ണാടിയായിരുന്നു ആദത്തിന്റെ അരൂപി. ചിന്തയിലും വാക്കിലും ആദത്തിന്റെ അരൂപി കറയില്ലാത്ത ഒരു പുഷ്പമായിരുന്നു. മുകളിൽ പറഞ്ഞ സ്നേഹത്തിന്റെ 3 നെടും തൂണുകളില്ലായിരുന്നെങ്കിൽ അയൽക്കാരോടുള്ള സ്നേഹം ഉണ്ടാകുമായിരുന്നോ? ഇല്ല, അതുണ്ടായിരിക്കുക തന്നെയില്ല. ദൈവത്തിന്റെ സ്നേഹനിമിത്തം ദൈവത്തെ നാം സ്നേഹിതനാക്കുന്നു. സ്നേഹിക്കാൻ നന്മ പഠിപ്പിക്കുന്നു. നന്മ തന്നെയായ ദൈവത്തെ സ്നേഹിക്കാത്തവന് എപ്പോഴും തന്നെ കുറ്റങ്ങളുള്ള അയൽക്കാരനെ തീർച്ചയായും സ്നേഹിക്കാൻ സാധിക്കയില്ല. ദാമ്പത്യ സ്നേഹവും പിതൃസ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ അയൽക്കാർ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അയൽക്കാർ മനുഷ്യപുത്രന്മാരാണ്. ഇപ്പോൾ നിനക്ക് ബോധ്യമായോ? ബോധ്യമായി ഗുരുവേ. ഞാൻ ഇതൊന്നും ആലോചിച്ചതേയില്ല. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക ബുദ്ധിമുട്ടാണ്. അനേകായിരം വർഷങ്ങളായി മനുഷ്യൻ ചെളിയിൽ പൂണ്ട് താണുകിടക്കുകയായിരുന്നു. ആ ഉറവിടങ്ങൾ വളരെ ഉയരത്തിൽ അത്യുച്ചയിലാണ് താനും. ഒന്നാമത്തെ ഉറവിടം ഏറ്റവും ഉയരം കൂടിയ ഉയരത്തിൽ നിന്ന്, അതായത് ദൈവത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടെ എത്തിക്കാം. അവ എവിടെയാണെന്ന് എനിക്കറിയാം. മറ്റുള്ള സ്നേഹങ്ങളോ? തീക്ഷ്ണനായ സൈമണും എൻഡോറിലെ മനുഷ്യനും ഒന്നിച്ചു ചോദിക്കുന്നു. രണ്ടാം ഇനത്തിലെ ഒന്നാമത്തെ സ്നേഹം അയൽക്കാരോടുള്ള സ്നേഹമാണ്. യഥാർത്ഥത്തിൽ അത് ശക്തിയിൽ 4-ാമത്തെ സ്ഥാനത്ത് വരുന്നു. അതിനുശേഷം ശാസ്ത്രത്തോടുള്ള സ്നേഹം, അവസാനം ജോലിയോടുള്ള സ്നേഹം. ഇത്രയുമേയുള്ളോ? അത്രയുമേയുള്ളൂ. എന്നാൽ വേറെയും ധാരാളം സ്നേഹങ്ങളുണ്ട്. കറിയോത്തുകാരൻ യൂദാസ് വിസ്മയത്തോടെ പറയുന്നു. മറ്റു വിശപ്പുകളുണ്ട്. അവ സ്നേഹമല്ല. അവ സ്നേഹത്തിന്റെ നിരാകരണമാണ്. അവ ദൈവത്തെ നിരസിക്കുന്നു, മനുഷ്യനെ നിരസിക്കുന്നു. അവ സ്നേഹമല്ല. കാരണം അവ നിരാകരണമാണ്. നിരാകരണവും വിദ്വേഷവും. തിന്മയ്ക്കുള്ള പ്രവണതയെ ഞാൻ നിരാകരിക്കുകയാണെങ്കിൽ അത് വിദ്വേഷമാണോ? കറിയോത്തുകാരൻ യൂദാസ് വീണ്ടും ചോദിക്കുന്നു. ഞാൻ സാധു, നീ ഒരു നിയമജ്ഞനേക്കാൾ വിരുദ്ധനാണല്ലോ. ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കാൻ നിനക്ക് എന്താണ് പറ്റിയിരിക്കുന്നതെന്ന് എന്നോട് പറയാമോ? യൂദയായിലെ കനം കുറഞ്ഞ വായു നിന്റെ ഞരമ്പുകളെ ബാധിച്ചിരിക്കുന്നോ? എന്താ ഒരു പിരിമുറുക്കം? പത്രോസ് പരിഭ്രമത്തോടെ ചോദിക്കുന്നു. പഠിക്കണമെന്നും വ്യക്തമായ ആശയങ്ങൾ വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നിയമജ്ഞരോട് സംസാരിക്കേണ്ടതായി വന്നാൽ അതിന് തക്ക യുക്തികൾ എനിക്കറിയാമായിരിക്കണം. ആവശ്യനേരത്ത് സർവ്വ കീറ്റത്തുണികളും ശേഖരിച്ചു വച്ചിരിക്കുന്ന നിന്റെ ചാക്കിൽ നിന്ന് വേണ്ട നിറം കൃത്യമായി വലിച്ചെടുക്കാമെന്ന് നീ വിചാരിക്കുന്നോ? പത്രോസ് ചോദിക്കുന്നു. ഗുരുവിന്റെ വാക്കുകൾ പഴന്തുണിയോ? നീ ആണയിടുന്നോ? നിനക്ക് തുടർച്ചയായെന്ന് അഭിനയിക്കാതെ. ഗുരുവിന്റെ അധരങ്ങളിൽ അവ കീറ്റത്തുണികളല്ല. എന്നാൽ നമ്മൾ അവ ഒന്നാന്തരം ഒരു തുണിക്കഷ്ണം ഒരു ബാലന്റെ കയ്യിൽ കൊടുക്കൂ. നിമിഷം കൊണ്ട് അത് വൃത്തിഹീനമായ ഒരു കീറത്തുണിയായി മാറും. അതാണ് നമ്മുടെ പക്കൽ സംഭവിക്കുന്നത്. നീ ആഗ്രഹിക്കുന്ന ആ കീറ്റത്തുണി കൊണ്ട് മീൻ പിടിക്കാമെന്ന് നീ വിചാരിക്കുന്നോ? നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേക്കുറിച്ച് വിഷമിക്കേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഓ, ഞാൻ വിഷമിക്കയില്ലെന്ന് നിനക്കുറപ്പ് വിചാരിക്കാം. എനിക്ക് എന്റേതായ പ്രശ്നങ്ങൾ വേണ്ടുവോളമുണ്ട്. അപ്പോൾ പിന്നെ നീ ഗുരുവിന് ഒരു ഉപദ്രവവും വരുത്തുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ്. എന്നാൽ ഗുരുവിന് നീ ഉപദ്രവം വരുത്തിയാൽ അപ്പോൾ നിന്റെ കാര്യം നോക്കുന്നത് ഞാനായിരിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കത് ചെയ്യാം. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കയില്ല. കാരണം എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. ഞാൻ അറിവില്ലാത്തവനല്ല.
നേരെ മറിച്ച് ഞാൻ അജ്ഞനാണ്, അതെനിക്കറിയാം. അതറിയാവുന്നതുകൊണ്ട് ഞാൻ അടിഭാരം കൂട്ടുന്നില്ല. തക്ക സമയത്ത് പുറമോടി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് കേണപേക്ഷിക്കുന്നുണ്ട്. അവൻ അയച്ചിരിക്കുന്ന മിശിഹായെ പ്രതി എന്നെ സഹായിക്കണമേ എന്ന്. ഞാൻ മിശിഹായുടെ ഏറ്റവും താഴ്ന്നവനും എന്നാൽ ഏറ്റവും വിശ്വസ്തനുമായ ദാസനാണ്. നമ്മളെല്ലാവരും വിശ്വസ്തരാണ്. യൂദാസ് ധിക്കാരമായി പറയുന്നു. ഓ, നീ ചീത്തയാണ്. എന്റെ അപ്പനെ നീ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അപ്പന് പ്രായമായി. അപ്പൻ നല്ലവനുമാണ്. നീ അങ്ങനെ ചെയ്യരുത്. നീ ചീത്തയാണ്. നിന്നെ എനിക്ക് പേടിയാകുന്നു. എല്ലാം ശ്രദ്ധിച്ച് മൗനമായി കേട്ടുനിന്ന ശേഷം ദൃഢനിശ്ചയമുള്ള ഭാവത്തോടെ ജാബസ് പറയുന്നു. ആ, ഇപ്പോൾ 2 പേരായി. ആൻഡ്രുവിനെ കൈമുട്ടുകൊണ്ട് മെല്ലെ തട്ടി സെബദിയുടെ പുത്രൻ യാക്കോബ് താണസ്വരത്തിൽ പറയുന്നു. താണസ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും കറിയോത്തുകാരൻ അത് കേൾക്കുന്നു. ദേഷ്യം കൊണ്ട് തുള്ളി കറിയോത്തുകാരൻ പറയുന്നു. ഗുരുവേ, കണ്ടോ, മഗ്ദലക്കാരൻ ആ മണ്ടൻ ചെറുക്കൻ അവന്റെ വായ് കൊണ്ട് ഒരു ചാലു കീറിയല്ലോ. തോമസ് ശാന്തനായി ചോദിക്കുന്നു. വഴക്ക് പിടിക്കുന്ന കുട്ടികളെ പോലെ ആകാതെ ഗുരു പറയുന്ന കാര്യങ്ങൾ തുടർന്ന് കേൾക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും ഗുരുവേ. നിന്റെ അമ്മയെക്കുറിച്ച് ഞങ്ങളോട് ഇനിയും പറയണമേ. അവളുടെ ബാല്യകാലം എത്ര ശോഭനമായിരുന്നു. അതിന്റെ മനോഹാരിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാക്കളും നിർമ്മലമാകുന്നത് പോലെ തോന്നുന്നു. ഞാനോ, ഒരു പാപിയായ ഞാൻ ആ പ്രകാശം കൂടുതലായി പ്രാപിക്കേണ്ടവനാണ്. തോമസ് ഉത്സാഹത്തോടെ പറയുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? ധാരാളം സംഭവങ്ങളുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം. അവൾ അതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജോസഫ് എന്നോട് കുറെയേറെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയോട് പറയുന്ന കഥകൾ പോലെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സാറായുടെ ഭർത്താവ് അൽഫേയൂസും പറഞ്ഞിട്ടുണ്ട്. അയാൾ അമ്മയേക്കാൾ സ്വല്പം പ്രായക്കൂടുതലുള്ളയാളാണ്. അമ്മ നസ്രസിലായിരുന്ന ആ ചുരുങ്ങിയ കാലത്ത് അമ്മയുടെ സ്നേഹിതനുമായിരുന്നു അയാൾ. ഓ, ദയവായി ഞങ്ങളോട് പറയൂ, ജോൺ അപേക്ഷിക്കുന്നു. ഒലിവ് വൃക്ഷങ്ങളുടെ തണലിൽ അവർ നിലത്ത് വട്ടത്തിലിരിക്കുകയാണ്. ജാബസ് മധ്യത്തിലുണ്ട്. സ്വർഗീയമായ ഒരു കഥ കേൾക്കുന്നത് പോലെ അവൻ ഈശോയെ തന്നെ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നു.